പൊന്നാനി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദിനെതിരായ വീട്ടമ്മയുടെ പരാതി പോലീസ് തള്ളിക്കളഞ്ഞു. 2022 ഒക്ടോബറിലാണ് ജില്ലാ പോലീസ് മേധാവിക്ക് വീട്ടമ്മ പരാതി കൊടുത്തത്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തി കഴമ്പില്ല എന്ന് കണ്ടെത്തിയ ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരോട് നിയമ നടപടിയുമായി മുന്നോട്ട് പോയിക്കൊള്ളാനും ഉന്നത ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, ഈ പരാതിയിൽ ഒരു കഴമ്പുമില്ല, അടിസ്ഥാനവുമില്ല എന്ന രീതിയിലാണ് വരുന്നത്. ഈ പരാതി പ്രോപ്പറായിട്ട് പോലീസ് അന്വേഷിച്ചതാണ്, 2022 വരുമ്പോൾ തന്നെ അന്വേഷിച്ചു എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം? പിന്നീട് ഏതാണ്ട് 2 കൊല്ലം കടന്നുപോയി, 2 കൊല്ലം നിശബ്ദയായിരുന്ന വീട്ടമ്മ ഇപ്പോൾ പുറത്തു വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഈ പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് 2022 ഒക്ടോബറിലാണ് ഈ സ്ത്രീ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിനെ SP ഓഫീസിലെത്തി കാണുന്നത്. ഒക്ടോബർ മാസത്തിലാണ്. അന്ന് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് SP ഓഫീസിലേക്ക് ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയത്. അന്ന് ഈ സ്ത്രീക്കൊപ്പം സ്ത്രീയുടെ സഹോദരനും അയാളുടെ കുട്ടിയുമുണ്ടായിരുന്നു, സ്ത്രീയുടെ കുട്ടിയുമുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പരാതി SP-ക്ക് മുന്നിൽ ഉന്നയിക്കുന്നത്. ഈ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ഈ DYSP VV ബെന്നിക്കും ഒപ്പം തന്നെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിനും അന്വേഷിക്കാൻ SP നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ 2 ഉദ്യോഗസ്ഥരും, അന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥനായ ബിജു ആണ് ഈ കേസ് അന്വേഷിച്ചത്. അദ്ദേഹം ഇപ്പോഴും മലപ്പുറത്ത് ഒരു DYSP ആയിട്ട് തുടരുന്നുണ്ട്. അങ്ങനെ 2 അന്വേഷണം, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണവും അല്ലാതെ ലോ ആൻഡ് ഓർഡർ പോലീസിന്റെ അന്വേഷണവും 2 സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു. ഈ 2 അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് റിപ്പോർട്ട് നൽകിയതാണ്. അങ്ങനെയാണ് ഈ റിപ്പോർട്ട് തള്ളിയത്. ഈ SP സുജിത് ദാസ് തന്നെ പറയുന്നത് അതിനുശേഷം ഈ പരാതിക്കാരിയെ പിന്നീട് കണ്ടിട്ടേ ഇല്ലെന്നാണ്. എന്തായാലും ഈ 2 വർഷത്തിന് ശേഷം വീണ്ടും ഈ പരാതിക്കാരി ഈ SP-ക്കെതിരെ ആരോപണമായി രംഗത്ത് വരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണം ഉന്നയിച്ചവർ, അതായത് ഈ പരാതിക്കാർക്കെതിരെ അത് നിയമ നടപടി, സിവിലായും ക്രിമിനലായും നിയമ നടപടി സ്വീകരിക്കാനും പോലീസ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ ദിവസം PV അൻവറിനെ കണ്ട ശേഷമാണ് PV അൻവറിന്റെ ആരോപണങ്ങൾ, PV അൻവർ സുജിത് ദാസിനെതിരെയും P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷമാണ് താൻ ഇതേപോലെയുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്താൻ തീരുമാനിച്ചതെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ PV അൻവറിനെ കണ്ട ശേഷം കൂടിയാണ് താൻ ഈ വെളിപ്പെടുത്തൽ നടത്തുമെന്നും സ്ത്രീ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്നും പോലീസ് ആരോപിക്കുന്നുണ്ട്. അത് അന്വേഷിക്കാനും അടുത്ത നിയമ നടപടികളിലേക്ക് ഈ പരാതിക്കാരി PV അൻവർ MLA കണ്ടതായിട്ട് നമുക്കറിയാമോ, അതോ അതൊരു പോലീസ് ഭാഷ്യം മാത്രമാണോ? അത് മറ്റ് ചില ചാനലുകളിൽ അവരുടെ ബൈറ്റിൽ പറയുന്നുണ്ട് PV അൻവറിനെ താൻ നേരിട്ട് കണ്ടിരുന്നു. ഈ PV അൻവർ ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ PV അൻവറിനെ താൻ നേരിട്ട് കണ്ടിരുന്നെന്നും താനും ഇതേപോലെ സുജിത് ദാസിനെതിരെ പരാതി നൽകിയ കാര്യങ്ങൾ PV അൻവറിനെ ധരിപ്പിച്ചെന്നും അതിനുശേഷമാണ്, അതായത് PV അൻവർ പറഞ്ഞിട്ടാണെന്ന് സ്ത്രീ പറയുന്നില്ല, പക്ഷേ PV അൻവറിനെ കണ്ടു എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ചില ദൃശ്യമാധ്യമങ്ങളിൽ നമ്മളത് കേട്ടതാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവറിനെ കണ്ടിരുന്നു എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെ മുന്നിലേക്ക് വീണ്ടും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ത്രീ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ സ്ഥിരമായി പരാതി നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് അവിടുത്തെ പോലീസുകാർക്കെതിരെ. അങ്ങനെയാണ് ആദ്യം ഈ SHOയ്ക്കെതിരെ പരാതി നൽകുന്നത്, പിന്നീട് SP-യെ സമീപിക്കുന്നത്. അങ്ങനെ പോലീസ് സമാന്തരമായ 2 അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഒന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിച്ചും അന്വേഷണം നടത്തിയിരുന്നു. DYSP പരാതിക്കാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അജീഷ്? അവര് സ്ഥിരമായി പരാതിക്കാരിയാണെന്ന് അജീഷ് പറയുന്നു. മറ്റെന്താണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? കാരണം ഇപ്പോൾ ആർക്കെതിരെയും പരാതി വരാം എന്ന് പറയുന്നൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇന്നലെ കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ആളുകളെ മാനം കെടുത്താനും അവഹേളിക്കാനുമായിട്ട് പരാതികളുമായിട്ട് പല ആളുകളും ഇറങ്ങുന്നു. ഇതിനെതിരെ പോലീസ് ഗൗരവമായിട്ട് അന്വേഷിക്കണം, സംസ്ഥാന സർക്കാർ ഇടപെടണം, ആഭ്യന്തര വകുപ്പ് ഇടപെടണം എന്നൊക്കെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്നു. ഇത് പലപ്പോഴും ഇങ്ങനെയുള്ള പരാതികൾ ഉയർന്നു വരുമ്പോൾ പല ആളുകൾക്കും അവരുടെ അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ജനരോഷം അവർക്കെതിരെ തിരികുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പരാതി ഇപ്പോൾ അതായത് 2 കൊല്ലമായി നിശബ്ദതയിൽ മൗനത്തിൽ ഇരുന്ന ഒരു വീട്ടമ്മ വീണ്ടും 2 കൊല്ലം കഴിയുമ്പോൾ പരാതിയുമായിട്ട് വരുമ്പോൾ PV അൻവർ MLA കണ്ടതിന് ശേഷമാണെങ്കിൽ പോലും ഈ പരാതി കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും മറ്റുള്ള നീക്കങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? ഈ പരാതിക്കാരിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്?
നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഈ പരാതിക്കാരി മുമ്പ് തന്നെ 2022 ആ ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി പൊന്നാനി പോലീസിൽ സ്ഥിരം പരാതി നൽകുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതി നൽകുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് വിവരങ്ങൾ നമുക്കറിയില്ല. അത് പോലീസിനോട് കൂടുതൽ അന്വേഷിച്ച് പോലീസ് വെളിപ്പെടുത്തിയാലേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പോലീസ് പറയുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. പൊന്നാനി പോലീസിനെതിരെ നിരന്തരം പരാതി നൽകുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി. അതുകൊണ്ടാണ് അവർ SP സമീപിച്ചപ്പോൾ അത് ഗൗരവമായി തന്നെ പോലീസ് പരിശോധിക്കുകയും സമാന്തരമായി രണ്ട് അന്വേഷണം നടത്തുകയും ആ ആരോപണത്തിൽ ഈ പരാതിക്കാരിയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ട് അത് തള്ളിക്കളയാൻ തീരുമാനിച്ചതെന്നുമാണ് സുജിത് ദാസും അതേപോലെ തന്നെ പോലീസിന്റെ ഉന്നത വൃത്തങ്ങളും പറയുന്നത്. താങ്ക് യു അജീഷ്. എന്തായാലും ഗൗരവമായിട്ടൊരു അന്വേഷണം തീർച്ചയായിട്ടും പോലീസ് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ നടത്തണം. കാര്യം അപരാധികളുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് നിരപരാധികളുണ്ടെങ്കിൽ അതും പറയട്ടെ. കാരണം ഇങ്ങനെ വീട്ടമ്മ പരാതി വീണ്ടും പറഞ്ഞ സ്ഥിതിക്ക് പോലീസിനെ അന്വേഷിക്കാതെ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും പോലീസ് സേനയിൽ നിന്നുള്ള ആളുകളെക്കുറിച്ച് തന്നെ ആയതുകൊണ്ട് പരാതി അന്വേഷിക്കില്ല എന്നൊരു നിലപാട് തീർച്ചയായിട്ടും പോലീസ് സംവിധാനം എടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു നിലപാട് നമ്മളിപ്പോൾ ഒരു പക്ഷത്തേക്ക് നമ്മൾ എടുക്കുന്നില്ല. വീട്ടമ്മയുടെ പക്ഷത്തേക്കും എടുക്കുന്നില്ല, പോലീസ് പക്ഷത്തേക്കും എടുക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത്. നമുക്ക് പക്ഷേ ഒരു കാര്യം മാത്രം, അപരാധികളാക്കി നിരപരാധികളെ ചിത്രീകരിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ പിടിച്ചു നിർത്തുന്നത് ഒട്ടും ആശ്വാസകരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗൗരവമായിട്ടൊരു അന്വേഷണം വേണം. അടിസ്ഥാനരഹിതമായ ആരോപണവും വ്യാജ പരാതിയുമാണെങ്കിൽ കർക്കശമായ ശിക്ഷ നടപടി നിയമപരമായി എടുക്കണം. അതേസമയം ഇവർ പറയുന്നത് പോലെ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് എക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകണം എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ ആഗ്രഹം. നമ്മുടെ നിലപാടും അത് തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പക്ഷത്തേക്കും ചായ 24 ഇല്ല, അതിൻ്റെ ആവശ്യവും 24 ഇല്ല എന്ന് നിങ്ങൾക്കറിയാം.